വേദിയിരിക്കുന്ന മഹാപണ്ഡിതൻ സമസ്തയുള്ള ജമിയത്തുലെല്ലാം പ്രസിദ്ധമായ കാണാൻ മറ്റ് മഹാപണ്ഡിതന്മാരെ, സാധാത്തുക്കളെ, ഇന്നിവിടെ സന്നിധാനം നടത്തുന്ന സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തിക്കുഴത്തങ്ങളുടെ സദസ്സിലിരിക്കുന്ന മഹാന്മാരെ, പണ്ഡിതന്മാരെ, മുത്താലിമുകളെ, നേതാക്കളെ, സ്നേഹിതന്മാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന സ്ഥാപനത്തിൻ്റെ 12ാം വാർഷികവും ഈ സ്ഥാപനത്തിലെ ഒരു സുപ്രധാന പ്രസ്ഥാനമായ ജാമിയ അർഷദുൽ ഉലൂം എന്ന മുത്തവ്വൽ കോളേജിൻ്റെ ആദ്യത്തെ സന്നദ്ധാന സമ്മേളനവും കൂടി സാഘോഷം ഇവിടെ നടത്തപ്പെടുകയാണ്. ഒരു വിപുലമായ വാർഷിക സമ്മേളനം ഇതിനു മുമ്പ് ഇവിടെ നടത്തിയത് 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിൻ്റെ 5ാം വാർഷികം മാത്രമായിരുന്നു. അതിനുശേഷം ഇന്നാണ് അത് നടത്തുന്നത്. അർഷദുൽ ഉലൂം അറബിക് കോളേജിൻ്റെ പ്രഥമ സന്നദ്ധാനം കൂടി അതിന് ഭാഗമായപ്പോൾ അത് ഒന്നിച്ച് നടത്താമെന്ന് നിശ്ചയിച്ചതാണ്. നിഷ്കളങ്കമായ ഉദ്ദേശ്യങ്ങളെയും പ്രവർത്തനങ്ങളെയും വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുകമറ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഈ സ്ഥാപനത്തിന് അതിൻ്റെ യഥാർത്ഥമായ സ്ഥിതി എന്താണെന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുക എന്ന ഒരു ഇനം നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പരിപാടികളിൽ ഉൾപ്പെടുത്തിയത്. മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്നീ പേര് നൽകിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർഗോഡ് മുശാവറയാണ്. അത് എന്നാണ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഇത് കാസർഗോഡ് സമസ്തയുടെ കയ്യിൽ വന്നു ചേർന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ഈ മാഹിനാബയിൽ നടത്തണമെന്ന് ഞങ്ങളാരും സ്വപ്നം കാണുക പോലും ചെയ്തിട്ടില്ല. ചട്ടഞ്ചാലിയുള്ള അതിന് സമീപമുള്ള ആദ്യം മാണിയെടുക്കുമെന്നും പിന്നെ മായനെടുക്കുമെന്നും പിന്നീട് ഇപ്പോൾ മാഹിനാബാദ് എന്നും പേര് ഇങ്ങനെ വന്ന ഈ സ്ഥലത്ത് ഇത്തരമൊരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് വെച്ച് ഞങ്ങളാരെയും സമീപിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു തോന്നൽ പോലും കാസർഗോഡ് മുശാവറ അംഗങ്ങളായ ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണിത് നിലവിൽ വന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയല്ലോ, ബഹുമാന്യനായ മർഹൂം മൂസ ഹാജി AM മൂസ ഹാജി തെക്കിൽ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ
ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം കയറി വന്നു. അദ്ദേഹത്തിന് പച്ച നിറത്തിലുള്ള ഒരു അംബാസഡർ കാർ ഉണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം സ്വന്തമായി ഡ്രൈവ് ചെയ്ത് സഞ്ചരിക്കാറ്. അതേ കാറിൽ തന്നെ തെക്കിലിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് അദ്ദേഹം കയറി വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം മൂസ ഹാജി അത്രയധികമൊന്നും എനിക്ക് പരിചയമോ ബന്ധമോ ഉള്ള ഒരാളായിരുന്നില്ല. കണ്ടറിയാമായിരുന്നു, കേട്ടറിയാമായിരുന്നു, അത്രമാത്രം. അങ്ങനെയുള്ള മറ്റൊരു കൂട്ടുകെട്ടോ ബന്ധമോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അല്പം അതിശയപ്പെട്ടു പോയത്. അദ്ദേഹം വന്നിരുന്ന് എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഞാൻ മാണിനടുക്കം എന്ന സ്ഥലത്ത് ചട്ടാണാലിന് സമീപം ഒരു 10 ഏക്കർ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ 7 ഏക്കർ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ളതും ബാക്കി നിങ്ങൾ പല ഉദാരമതികളിൽ നിന്നും സംഭാവനയായിട്ടും തുച്ഛമായ വിലക്കായിട്ടും വാങ്ങി കൂട്ടിച്ചേർത്തതാണ് ഉള്ളത് എന്ന് മൂസ ഹാജി എന്നെ അറിയിച്ചു. ഏത് തരത്തിലുള്ള എന്ത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരക്കിയപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഒരു പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമയ്ക്ക് ചെന്നാൽ അവിടെ ഖുത്ബയാൻ അന്ന് ഖത്തീബില്ലെങ്കിൽ ഇയാൾക്ക് തന്നെ ഖുത്ബയാൻ സാധിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ പുറത്തിറങ്ങി അന്ന് ഖത്തീബ് വന്നില്ലെങ്കിൽ ഈ കച്ചവടക്കാരന് തന്നെ ഖുത്ബയാൻ കഴിയണം, നിസ്കരിക്കാൻ ഇമാമത്ത് നിർവഹിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ശരിക്കും പറഞ്ഞാൽ ദീനിയും ഭൗതികവുമായ വിദ്യാഭ്യാസങ്ങൾ സംയോജിതമായി നേടിയെടുത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അത് നിങ്ങൾ സ്ഥാപിക്കണം, ഉണ്ടാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് അതിന് അനുവാദം മൂളിയില്ല. കാരണം അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിക്കുന്നത്